ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മുൻപ് ഒരു ഇംഗ്ലീഷ് ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ 10 ദിവസം കൊണ്ട് 200 ഇംഗ്ലീഷ് സെൻറ്റൻസസ് ഒക്കെ പഠിച്ച് നമ്മൾ ലാംഗ്വേജ് ഒക്കെ അടുത്ത ലെവലിലൊക്കെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അതിനെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒപ്പീനിയനൊക്കെ തന്നിരുന്നു. ഇനിയും ഇതുപോലെ ഇംഗ്ലീഷ് ചലഞ്ച് വേണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് മുതൽ ഒരു പുതിയ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ചലഞ്ചിൻ്റെ സെക്കൻഡ് പാർട്ടിലെ ഡേ 1 വരാണ്. പക്ഷേ ഈ ചലഞ്ചിൽ നമ്മൾ ഒത്തിരി വ്യത്യാസങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മുൻപ് നമ്മൾ 20 സെൻറ്റൻസസ് ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പ്രാവശ്യം നമ്മൾ 10 ഇംഗ്ലീഷ് വാക്കുകൾ, ഓക്കെ, നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപയോഗിക്കേണ്ട 10 ഇംഗ്ലീഷ് വാക്കുകളും അതിൻ്റെ ഒപ്പം അവ ഉപയോഗിച്ചിട്ടുള്ള 10 ഇംഗ്ലീഷ് സെൻറ്റൻസസും. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ 10 ഇംഗ്ലീഷ് വാക്കുകളും പഠിക്കും, ഒപ്പം 10 ഇംഗ്ലീഷ് സെൻറ്റൻസസും പഠിക്കും. ഓക്കെ, ഇപ്പോൾ 10 ഡേയ്സ് ചലഞ്ചാണ് ഇത് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഈ ചലഞ്ചിൻ്റെ അവസാനം നമ്മുടെ ഗോൾ 100 ഇംഗ്ലീഷ് വാക്കുകൾ പഠിക്കുക, 100 ഇംഗ്ലീഷ് വാചകങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചലഞ്ചിലേക്ക് പോയാലോ. നമുക്ക് ആദ്യത്തെ വാക്ക് പഠിക്കാം. അക്യുറേറ്റ്, കൃത്യമായ. അക്യുറേറ്റ്, കൃത്യമായ. ഓക്കെ, വളരെ അക്യുറേറ്റ് ആണ് എന്നൊക്കെ പറയും. അത് വളരെ അക്യുറേറ്റ് ആണെന്നൊക്കെ പറയും. വളരെ കൃത്യമാണ് എന്ന് പറയും. ഏതാ വേർഡ്? അക്യുറേറ്റ്. ഓക്കെ, നമ്മൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് ഞാൻ എല്ലാ ചലഞ്ചിലും നിങ്ങളോട് പറയാറുണ്ട് ഒരു നോട്ട് ബുക്ക് ഇതിന് വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്. നോട്ട് ബുക്ക് എടുത്തിട്ടില്ലെങ്കിൽ അത് എടുത്തോളൂ, പേന എടുത്തോ, ആദ്യത്തെ വാക്ക് എഴുതിക്കോ, അക്യുറേറ്റ്, കൃത്യമായ. ഓക്കെ, കൃത്യമായ. ഓക്കെ, ഇനി നമുക്ക് ഇത് വെച്ചിട്ടൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഓക്കെ, ട്രൈ ടു കീപ് അക്യുറേറ്റ് അക്കൗണ്ട്. ട്രൈ ടു കീപ് അക്യുറേറ്റ് അക്കൗണ്ട്സ്. ട്രൈ ടു കീപ് അക്യുറേറ്റ് അക്കൗണ്ട്സ്. കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലേ, കണക്കുകൾ തെറ്റിപ്പോയാൽ കയ്യിൽ നിന്ന് കാശ് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് പറയണം? കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ട്രൈ ടു കീപ് അക്യുറേറ്റ് അക്കൗണ്ട്സ്. ഇനി നമ്മൾ രണ്ടാമത്തെ വേർഡിലേക്ക് പോകാട്ടോ. രണ്ടാമത്തെ വേർഡ് എന്താണെന്ന് അറിയോ? അഡ്വാൻറ്റേജ്. അഡ്വാൻറ്റേജ്. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഗുണം, അവസരം, മുതലെടുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഓക്കെ, അഡ്വാൻറ്റേജ്, ഗുണം. ഓക്കെ, ഗുണം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഷീ ഹാഡ് ദി അഡ്വാൻറ്റേജ് ഓഫ് ഹാവിങ് ഗുഡ് എഡ്യൂക്കേഷൻ. ഷീ ഹാഡ് ദി അഡ്വാൻറ്റേജ് ഓഫ് ഹാവിങ് ഗുഡ് എഡ്യൂക്കേഷൻ. ഓക്കെ, അവൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടായതുണ്ട്, ഗുണം ഉണ്ടായി, അതിൻ്റെ അവസരങ്ങൾ കിട്ടി എന്ന് പറയാണ്. ഓക്കെ, ഷീ ഹാഡ് ദി അഡ്വാൻറ്റേജ് ഓഫ് ഹാവിങ് ഗുഡ് എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പോൾ അഡ്വാൻറ്റേജ്, ഗുണങ്ങൾ എന്ന് നമുക്ക് മലയാളം എഴുതി വെച്ചോ. ഈ വേർഡ് ഉപയോഗിച്ചിട്ട് സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിക്കോ. നമുക്കിനി മൂന്നാമത്തെ വാക്കിലേക്ക് പോവാം. അഫക്റ്റ്. അഫക്റ്റ്. അഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബാധിക്കുക. ഓക്കെ, ബാധിക്കുക. അഫക്റ്റ്, ബാധിക്കുക. ഓക്കെ, നമ്മൾ പറയാറുണ്ട് സുനാമി അഫക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ പറയും പ്രളയം അഫക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ പറയും കൊറോണ വൈറസ് അഫക്റ്റ് ചെയ്തു എന്നൊക്കെ പറയും. നമ്മൾ ബാധിച്ചു എന്ന് പറയാം. ഓക്കെ, ബാധിക്കുക, അഫക്റ്റ്. ഓക്കെ, എഴുതിയെടുക്കാത്തവർ സ്ക്രീനിൽ നോക്കിയിട്ട് എഴുതിയെടുത്തു. അഫക്റ്റ്, ബാധിക്കുക. ഇനി നമുക്കൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. യുവർ ഒപ്പീനിയൻ വിൽ നോട്ട് അഫക്റ്റ് മൈ ഡിസിഷൻ. യുവർ ഒപ്പീനിയൻ വിൽ നോട്ട് അഫക്റ്റ് മൈ ഡിസിഷൻ. ഓക്കെ, നിന്റെ ഒപ്പീനിയൻസ് ഒന്നും എൻ്റെ തീരുമാനങ്ങളെ ബാധിക്കില്ല എന്ന് പറയാണ്. യുവർ ഒപ്പീനിയൻ വിൽ നോട്ട് അഫക്റ്റ് മൈ ഡിസിഷൻ. നാലാമത്തെ വേർഡാണ് അലൗവ്. അലൗവ്. അലൗവ് എന്ന് പറഞ്ഞാൽ എന്താ? അവരെന്നെ അലൗവ് ചെയ്തില്ല, അല്ലെങ്കിൽ ഞാൻ അവനെ അലൗവ് ചെയ്തു എന്നൊക്കെ പറയും. അലൗവ് എന്ന് പറഞ്ഞാൽ എന്താ? അനുവദിക്കുക. അനുവദിക്കുക. എങ്ങനെയാണ്? അലൗവ്, അനുവദിക്കുക. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ. My boss didn't allow me to use telephone. My boss didn't allow me to use telephone. എൻ്റെ ബോസ് എന്നെ ടെലിഫോൺ ഉപയോഗിക്കാനായിട്ട് അനുവദിച്ചില്ല എന്ന് പറയാണ്. My boss didn't allow me to use telephone. Okay, I didn't allow him to go. ഞാൻ അവനെ പോകാനായിട്ട് അനുവദിച്ചില്ല. I didn't allow him to go. ഞാൻ അവനെ പോകാനായിട്ട് അനുവദിച്ചില്ല. അപ്പോൾ allow എന്ന് പറഞ്ഞാൽ എന്താണ്? അനുവദിക്കുക എന്നാണ്. ഇനി നമ്മൾ അഞ്ചാമത്തെ വേർഡിലേക്ക് പോവാട്ടോ. അപ്പിയർ. എന്താണ്? അപ്പിയർ. അപ്പിയർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹി അപ്പിയർഡ് ഇൻ ഫ്രണ്ട് ഓഫ് മീ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഹി അപ്പിയർഡ് ഇൻ ഫ്രണ്ട് ഓഫ് മീ എന്ന് പറഞ്ഞാൽ എന്താ? അവൻ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു, അവൻ എൻ്റെ മുമ്പിൽ വെളിവാക്കപ്പെട്ടു, അവൻ എൻ്റെ മുമ്പിൽ ഹാജരായി എന്നൊക്കെ പറയാം. ഓക്കെ, വെളിവാക്കപ്പെടുക, വെളിപ്പെടുക എന്നൊക്കെയാണ് പറയുക. എന്ത്? അപ്പിയർ. അപ്പിയർ. ഓക്കെ, മറ്റുള്ളവരുടെ മുമ്പിൽ ഭംഗിയായിട്ട് അപ്പിയർ ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, പ്രസന്റ് ചെയ്യണം എന്നൊക്കെയാണ് നമ്മൾ അതിൻ്റെ അർത്ഥാക്കുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ. ഷീ വിൽ അപ്പിയർ ഇൻ കോർട്ട് ടുമോറോ. She will appear in court
ടുമോറോ. ഓക്കെ, നാളെ അവൾ കോർട്ടിൽ ഹാജരാകും, അപ്പിയറാകും, വെളിവാക്കപ്പെടും, പ്രത്യക്ഷപ്പെടും എന്നൊക്കെ പറയാണ്. ഇങ്ങനെ ഷീൽ അപ്പിയർ ഇൻ ദ കോർട്ട് ടുമോറോ. ഇനി നമ്മൾ ആറാമത്തെ വേർഡിലേക്ക് പോവാണ്. ബെയർലി. ബെയർലി. ബെയർലി എന്ന് പറഞ്ഞാൽ എന്താ? ബാർലി അല്ല കേട്ടാ. ബെയർലി. ബെയർലി എന്ന് പറഞ്ഞാൽ എന്താ? കഷ്ടിച്ച്. ബെയർലി എന്ന് പറഞ്ഞാൽ കഷ്ടിച്ച് എന്ന് എഴുതിയെടുത്തു. ബെയർലി, കഷ്ടിച്ച്. ഇത് മാത്രമല്ല കേട്ടോ, മുന്നത്തെ എല്ലാ വേർഡുകളും എഴുതിയെടുക്കണം, സെന്റൻസസ് എഴുതിയെടുക്കണം. ബെയർലി, കഷ്ടിച്ച്. ഷി വാസ് ബെയർലി ഏബിൾ ടു സ്റ്റാൻഡ്. ഷി വാസ് ബെയർലി ഏബിൾ ടു സ്റ്റാൻഡ്. അവള് കഷ്ടിച്ചാണ് നിവർന്ന് നിന്നത് തന്നെ, എണീറ്റ് നിന്നത് തന്നെ എന്ന് പറയാണ്. ഓക്കെ, ഷി വാസ് ബെയർലി ഏബിൾ ടു സ്റ്റാൻഡ്. ഓക്കെ, അതിനർത്ഥം അത്രയും ക്ഷീണതയായിരുന്നു, അത്രയും വയ്യാതെ ഇരിക്കുകയായിരുന്നു. ഷി വാസ് ബെയർലി ഏബിൾ ടു സ്റ്റാൻഡ്. അവള് കഷ്ടപ്പെട്ടാണ് നിന്നത് എന്ന് പറയാണ്. ഇനി നമുക്ക് ഏഴാമത്തെ വേർഡ് നോക്കാം. ബിഹേവിയർ. ബിഹേവിയർ. ഓക്കെ, ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താ? പെരുമാറ്റം. ഓക്കെ, നല്ല ബിഹേവിയർ ഉണ്ടാവണോടാ എന്ന് പറയും. നല്ല പെരുമാറ്റം ഉണ്ടാവണം. ഓക്കെ, ബിഹേവ് ചെയ്യാൻ പഠിക്കടാ എന്നൊക്കെ പറയും. ഓക്കെ, ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താ? പെരുമാറ്റം. ഓക്കെ, പെരുമാറ്റം. ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഹിസ് ബിഹേവിയർ ഇസ് ഓഡ്. ഹിസ് ബിഹേവിയർ ഈസ് ഓഡ്. ഓക്കെ, ഒരു പ്രത്യേകതരം പെരുമാറ്റമാണ് അവൻ്റെ, ഒരു പ്രത്യേകതരം പെരുമാറ്റമാണ് എന്ന് പറയാണ്. ഹിസ് ബിഹേവിയർ ഇസ് ഓഡ്. ഓക്കെ, അവൻ്റെ പ്രത്യേകതരം പെരുമാറ്റമാണെന്ന് പറയാണ്. ഇങ്ങനെ പറയാം, ഹിസ് ബിഹേവിയർ ഇസ് ഓഡ്. ഇനി നമ്മൾ എട്ടാമത്തെ വേർഡിലേക്ക് പോവാണ്. ബെനഫിറ്റ്. ബെനഫിറ്റ്. ബെനഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും അറിയാവുന്നതാണ്. എന്താണ്? ആനുകൂല്യം. ഓക്കെ, അവൻ അതിൻ്റെ ബെനഫിറ്റ് എല്ലാം നേടിയെടുത്തു എന്ന് പറയാണ്. ഓക്കെ, ആനുകൂല്യം. ഓക്കെ, ബെനഫിറ്റ്, ആനുകൂല്യം. ഓക്കെ, നമുക്ക് സെന്റൻസ് നോക്കാം. He couldn't see the benefit of arguing any longer. Okay, he couldn't see the benefit of arguing any longer എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരുപാട് തർക്കിക്കുന്നതുകൊണ്ട് വലിയ ബെനഫിറ്റ് ഒന്നും അവൻ കാണുന്നില്ലായിരുന്നു എന്ന് പറയാണ്. ഓക്കെ, he couldn't see the benefit of arguing any longer. അല്ലേ, നമ്മൾ തർക്കിച്ചുകൊണ്ട് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല എന്ന് തോന്നി നമ്മൾ എന്ത് ചെയ്യും? തർക്കം അവസാനിപ്പിക്കും പറയാണ്. He couldn't see the benefit of arguing any longer. ഇനി നമ്മൾ ഒൻപതാമത്തെ വേർഡിലേക്ക് പോവാണ്. കേപ്പബിൾ. കേപ്പബിൾ. ഓക്കെ, കേപ്പബിൾ എന്ന് പറഞ്ഞാൽ എന്താ? അവൻ അതിനൊക്കെ കേപ്പബിൾ ആണ് എന്ന് പറയും, ഇല്ലേ? പ്രാപ്തിയുള്ള. ഓക്കെ, കേപ്പബിൾ, പ്രാപ്തിയുള്ള. അവൻ അതിനൊക്കെ ഏൽപ്പിക്കാന്ന്, അവൻ അതിനൊക്കെ വളരെ കേപ്പബിൾ ആയിട്ടുള്ള ആളാണെന്ന് പറയും, പ്രാപ്തിയുള്ള ആളാണെന്ന് പറയും. ഓക്കെ, നമുക്ക് ഇനി ഒരു സെന്റൻസ് നോക്കിയാലോ. ആർ യു കേപ്പബിൾ ഓഫ് ക്ലൈംബിംഗ് ദാറ്റ് ട്രീ? ഓക്കെ, ഒരു വലിയ മരം കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കുകയാണ്, നീ ആ മരം കയറാനായിട്ട് പ്രാപ്തിയുള്ള ആളാണോ, കഴിവുള്ള ആളാണോ എന്ന് ചോദിക്കുകയാണ്. ആർ യു കേപ്പബിൾ ഓഫ് ക്ലൈംബിംഗ് ദാറ്റ് ട്രീ? ആ മരം കയറാനായിട്ട് നിനക്ക് കഴിവുണ്ടോ? ആർ യു കേപ്പബിൾ ടു ഡു ദാറ്റ്? ആർ യു കേപ്പബിൾ ടു ഡു ദാറ്റ്? നിനക്ക് അത് ചെയ്യാനുള്ള കഴിവുണ്ടോ? ആർ യു കേപ്പബിൾ ടു ഡു ദാറ്റ്? ഓക്കെ, ആർ യു കേപ്പബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ്? ഓക്കെ, ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കാൻ നിനക്ക് പ്രാപ്തിയുള്ള ആളാണോ, കഴിവുള്ള ആളാണോ എന്ന് ചോദിക്കുകയാണ്. ഇനി നമ്മൾ 10ാമത്തെ വേർഡിലേക്ക് പോവാണ്. കൺക്ലൂഡ്. കൺക്ലൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവസാനിപ്പിക്കുക. കൺക്ലൂഡ്, അവസാനിപ്പിക്കുക. 10ാമത്തെ വേർഡ് ആയതുകൊണ്ടാണ് ഞാൻ ഈ വേർഡ് തന്നെ എടുത്തത്. കൺക്ലൂഡ്, അവസാനിപ്പിക്കുക. ഓക്കെ, നമുക്കൊരു സെന്റൻസ് നോക്കാം. ഇറ്റ്സ് ടൈം ടു കൺക്ലൂഡ് മൈ സെഷൻ. ഇറ്റ്സ് ടൈം ടു കൺക്ലൂഡ് മൈ സെഷൻ. ഓക്കെ, എൻ്റെ സെഷൻ അവസാനിപ്പിക്കാൻ എനിക്ക് സമയമായി. ഇറ്റ്സ് ടൈം ടു കൺക്ലൂഡ് മൈ സെഷൻ. ഓക്കെ, ക്ലാസ് അവസാനിപ്പിക്കാനേ നമുക്ക് സമയമായിട്ടുള്ളൂ, ചലഞ്ച് അവസാനിപ്പിക്കാൻ നമുക്ക് സമയമായിട്ടില്ല. ഡേ 1 ആയിട്ടുള്ളൂ. ഇനി 9 ദിവസം നമുക്ക് നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. നമ്മൾ ഒരുപാട് വാക്കുകൾ പഠിക്കും, ഒരുപാട് സെൻറ്റൻസസ് പഠിക്കും. അപ്പോൾ ഇന്നത്തെ ചലഞ്ചിൻ്റെ ഹോംവർക്ക് ഞാൻ തരാം. ഓക്കെ, ഇന്ന് നമ്മൾ പഠിച്ച 10 വാക്കുകൾ, നിങ്ങൾക്കിഷ്ടമുള്ള 2 വാക്കുകൾ ചൂസ് ചെയ്യുക. ആ 2 വാക്കുകൾ ഉപയോഗിച്ച് 2 സെൻറ്റൻസസ് നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഞാൻ ക്രിയേറ്റ് ചെയ്തതല്ല, നിങ്ങളായിട്ട് 2 സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ വാക്കുകളാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. ഇനി പറയുകയാണ്, എനിക്ക് 10 വാക്കുകൾക്കും പുതിയ സെൻറ്റൻസസ് കമൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ യു ആർ മോസ്റ്റ് വെൽക്കം. ഓക്കെ, നിങ്ങൾക്കത് ചെയ്യാം, ഇതിനൊരു പ്രശ്നമില്ല. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ഒപ്പം ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആക്സെൻറ്റിൽ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ലാംഗ്വേജ് പഠിക്കാം. IELTS നല്ല ഉയർന്ന ബാക്ക് സ്കോറിലൂടെ പാസ്സാവണമെങ്കിലും ധൈര്യമായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് പോരെ, നിങ്ങളുടെ കാര്യം ഞാൻ ഏറ്റു. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട്, ചലഞ്ചിൻ്റെ 2nd വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ലിൻറ്റോ.